ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് ഈവനിങ്ങിനൊന്ന് പുറത്തിറങ്ങിയതാട്ടോ ദിച്ചേട്ടനെ കൊണ്ട്. അപ്പോൾ അത് ഒരു വീഡിയോ ആക്കാൻ, ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ഇതേപോലെ തന്നെ ആക്കി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമുക്കിങ്ങനെ വെറുതെ തന്നെ ഇതിൽ കൂടെ ഇങ്ങനെ നടക്കുന്നു എന്ന് മാത്രം. നമ്മളിങ്ങനെ ചീരക്കുഴി പുഴയുടെ അവിടേക്ക് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതിൽ കൂടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. പല ആളുകളും നമ്മൾ ചെറിയ കുട്ടികളെ കൊണ്ട് പുറത്ത് പോകുന്ന സമയത്ത് പറയും, ഈ കൊച്ചിനെ കൊണ്ട് എന്തിനും പുറത്ത് പോകുന്നത് എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ ചോദിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിന് യാതൊരുവിധ വിലയും കൊടുക്കാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനാണ്, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കേണ്ടതൊക്കെ കേൾക്കാം. പക്ഷെ ഒരുപാട് നമ്മൾ അവരുടെ വാക്കിന് വില കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനായിട്ട് പറ്റാതെ വരും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മോന് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ പുറത്ത് പോകുക എന്നുള്ളതൊക്കെ. അപ്പോൾ അവൻ്റെ സന്തോഷവും അതൊക്കെ എനിക്ക് ഈ പ്രായത്തിൽ അവനൊന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അമ്മയായതുകൊണ്ട് ഞാൻ അവൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി ഞാനും സിബിനും അതിനെ നിൽക്കുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ പലരും വിചാരിക്കേണ്ടാവും, ഈ ഒരു ചെറിയ കുട്ടിക്ക് ഇത്രമാത്രം ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോന്ന്. കാരണം ഞാനൊരു അമ്മയാണ്, അത് പോരാതെ ഇവൻ്റെ അമ്മയാണ്. അപ്പോൾ എനിക്ക് ഇവൻ്റെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഓക്കെ, ദിച്ചുട്ടനെ കണ്ടിട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ എല്ലാ ആൾക്കാരും നമ്മളെങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എല്ലാവരും നോക്കുന്നുണ്ട്, ഇത് എന്താ പറ്റി എല്ലാവരും നമ്മളെ തന്നെ നോക്കുന്നു എന്നുള്ളൊരിതിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ക്യാമറ കണ്ടിട്ടാണ് വെച്ചിട്ട് ഞാൻ ഫോൺ താത്തി പിടിച്ച്. പക്ഷേ എല്ലാവരും ദിച്ചുട്ടനെയാണ് തോന്നുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ. അതോ ഇനിയിപ്പോൾ ഞങ്ങൾ കുട്ടീനെ കൊണ്ട് വന്നത് കൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ നമ്മളില്ലേ അപ്പുറത്തെ പാലത്ത് നിന്ന് നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു കേട്ടോ. കാരണം അപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കില്ലേ. ഇത് പഴയ പാലമാണ്, ഇവിടെ പിന്നെ അത്ര കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഫ്രണ്ടിലും ഫോട്ടോ എടുക്കുന്നുണ്ട് ആൾക്കാർ, ബാക്കിലും ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ കൂടെ പോയിട്ട് ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ വെച്ചിട്ടാണ് നമ്മൾ ഇത്ര നേരം അവിടെ വെയിറ്റ് ചെയ്ത്. പിന്നെ ഇരുട്ടാവാൻ തുടങ്ങിയല്ലേ ഉണ്ണിയെ കൊണ്ട് വന്നിട്ട്. അപ്പോൾ കുറേ നേരം നമ്മളിങ്ങനെ നിൽക്കണില്ലേ, അത് ജസ്റ്റ് ഒരു ഇവനെ കൊണ്ട് വന്നതുകൊണ്ട് നമുക്ക് കുറേ നേരം നിൽക്കാനും പറ്റില്ല. പിന്നെ അമ്മയോട് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ ഒന്നും അല്ല, ഒന്ന് പുറത്തിറങ്ങാൻ ഇവനും പുറത്ത് പോകുന്നത് ഭയങ്കര ഇഷ്ടം എനിക്ക്. അപ്പോൾ അവനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാൻ, സിബിന് എപ്പോഴേലും കുടുംബളല്ലേ വരുന്നത്. അപ്പോൾ വന്നിട്ട് അങ്ങനെ പോകാലോ വെച്ചിട്ടാണ്. ഇതിനാണെങ്കിൽ ക്യാമറ ഫേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ആൾ കുട്ടിയെ കൊണ്ട് അപ്പുറത്തേക്ക് പോയി നിൽക്കുന്നുണ്ട്. പിന്നെ വീഡിയോസൊക്കെ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഇന്ന് നടക്കുന്നു. അപ്പുറത്തെ സൈഡിൽ കൂടെ ആ ബസ്സൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ചീരക്കുഴി പാലത്തിൻ്റെ അവിടെ കേട്ടോ. പാലത്തിൻ്റെ അവിടെ പിന്നെ അതിന് ചോട്ടിലൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട്. കുറേ ചേട്ടന്മാരൊക്കെ വലയിടുന്നുണ്ട്, കുറേ പേരുണ്ട്. കൊള്ളാം. ഞാനിങ്ങനെ ഇവിടേക്ക് അങ്ങനെ ഇവിടെയാണ് നമ്മളെങ്കിലും പഴയനൂരുകാരാണെങ്കിൽ നമ്മൾ അങ്ങനെ ഇവിടേക്കൊന്നും വരാറില്ല കേട്ടോ. കോളേജിലേക്ക് പോകുമ്പോൾ അങ്ങനെ കാണുന്നു, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ ബസ്സിന് പോകുമ്പോൾ. അല്ലാതെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടെ നിൽക്കുക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ കുറേ പേരിനെ അങ്ങനെ കണ്ടിട്ടുണ്ട്, ഷൂട്ടിന് വന്നിട്ടുണ്ട്. നമ്മളങ്ങനെ കാര്യമായിട്ട് നമ്മൾ ഇവിടേക്ക് ഒന്നിനും വന്നിട്ടില്ല. അന്നേരം കുറച്ച് നേരം വരാമെന്ന് തോന്നി, അതുകൊണ്ട് വന്നു. അപ്പോൾ ഉണ്ണിക്കും കുറച്ച് എപ്പോഴും വീട്ടിലല്ലേ ഇരിക്കുന്നത്, അപ്പോൾ അവനും പുറത്തിറങ്ങുമ്പോൾ കുറച്ച് ഹാപ്പി ആവുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് പിന്നെ കുഞ്ചിനെ കൊണ്ടുവരാൻ വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ഈ ബൈക്കിൽ വരുമ്പോൾ എല്ലാവരും കൂടി എങ്ങനെ വരിക, പിന്നെ അമ്മയില്ല വീട്ടിൽ. അപ്പോൾ വീട്ടിൽ കുറച്ച് പണിയുണ്ട്, അപ്പോൾ അവൾ അവിടെ നിന്നോട്ടെ വിചാരിച്ചു. പിന്നെ ഇപ്പൊക്കെ വെള്ളം കുറവല്ലേ, മഴ കുറവല്ലേ. സെബി ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ടേക്ക് നോക്കടാ. സ്വത്തുട്ടി നോക്ക് സ്വത്തുട്ടി സ്വത്തുട്ടി നോക്കടാ. അവനെന്തോ അതിശയാട്ടോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ. ഇപ്പം ഇങ്ങനെ ആകെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിലേക്ക്, അല്ലാതെ ഞങ്ങൾ അങ്ങനെ കാര്യമായിട്ട് എവിടേക്കും കൊണ്ടുപോകാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ അവൻ എന്താ അത് ആൾക്കാർ അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഉള്ളൊരു ഭയങ്കര ഒരു സന്തോഷം ആണ് തോന്നുന്നുണ്ട്. പിന്നെ ഒരു ഞെട്ടലും. അതുകൊണ്ട് ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോഷൂട്ടിന് വന്ന ആൾക്കാരൊക്കെ നമ്മളെ തന്നെ നോക്കുന്നുണ്ട്. എന്താ ഈ പെണ്ണി ഫോണിൽ നോക്കിയിട്ട് പറയണത് എന്ന് വിചാരിച്ചിട്ട് നമുക്കത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തപ്പോൾ തന്നെ മോനെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ ഞാൻ എങ്ങോട്ടോ പോകുക എന്നുള്ളത്. അപ്പോൾ അവൻ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സിബിൻ്റെ അടുത്ത് ഇരുന്നാലും ഞാൻ എങ്ങോട്ടോ പോവുകയാണെന്നുള്ള ധാരണയിലാണ് കേട്ടോ അവനിരിക്കുന്നത്.
പിന്നെ ഉണ്ണിയെ വീട്ടിലാക്കിയിട്ട് ഞങ്ങളൊരു കാളം കഴിക്കാൻ വന്നിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ എന്നിട്ട് എനിക്ക് കാളനേക്കാളും കൂടുതൽ ഇഷ്ടമായത് പാനിപ്പൂരി ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ സിബിനോട് പറഞ്ഞിട്ട് പാനിപ്പൂരി മേടിപ്പിച്ചായിരുന്നു. പിന്നെ ഇത് കണ്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. ഞാനും ആദ്യം കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി. പിന്നെ അവിടെയുള്ള ലൈറ്റിൻ്റെ ആയിരുന്നു കേട്ടോ ആ ഒരു കളറ് മൊത്തത്തിലൊരു പച്ചമയ ആയിരുന്നു കേട്ടോ. അപ്പോൾ സിബിൻ അപ്പുറത്ത് നിന്നിട്ട് പായലേ വിട പൂപ്പലേ വിട എന്നേക്കും വിടാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത്ര നേരം ഞങ്ങൾ അപ്പുറത്ത് നിന്നിട്ടായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ വേഗം അപ്പുറത്ത് സൈഡിലോട്ട് വന്നിരുന്നു കേട്ടോ. വന്നിരുന്നപ്പോൾ പിന്നെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുള്ള ലൈറ്റുള്ള കാരണമുണ്ട്. പിന്നെ ഇതിപ്പോൾ ഒരു ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ പാനിപ്പൂരിക്ക് ഓർഡർ കൊടുത്തിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അത് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ സെബിൻ സെക്കൻഡ് ട്രിപ്പ് ഓർഡർ ചെയ്തിട്ട് പിന്നെ അതും കൂടി വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ പ്രഗ്നൻസിക്ക് മുമ്പാണ് കേട്ടോ പിന്നെ ലാസ്റ്റായിട്ട് ഞാനിവിടെ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു പ്രാവശ്യം മറ്റേ എനിക്ക് കഴിക്കാൻ തോന്നുന്നു പറഞ്ഞിട്ട് സിബിൻ മേടിച്ച് കൊണ്ടുവന്ന് തരികയാണ് കേട്ടോ ചെയ്തത്. പക്ഷെ അവിടെ പോയി കഴിക്കുന്ന പോലെ അല്ലല്ലോ. ഇപ്പം എനിക്കത് ഓർത്ത് കഴിഞ്ഞപ്പോൾ തോന്നിയത് എത്ര പെട്ടെന്ന് ദിവസങ്ങളും മാസങ്ങളൊക്കെ കടന്നു പോകുന്നതെന്ന് മനസ്സിലാവുന്നേ ഇല്ല കേട്ടോ. എത്രയോ പെട്ടെന്ന് ദിച്ചൂട്ടനൊക്കെ വന്ന് അവൻ വലിയൊരു കുട്ടിയായ പോലുള്ളൊരു ഫീലാണ് കേട്ടോ എനിക്കിപ്പോൾ ഉള്ളത്. കാരണം വലിയ കുട്ടി എന്ന് പറയുമ്പോൾ 3-4 മാസമൊക്കെ അവൻ വന്നിട്ട് കഴിഞ്ഞല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എത്ര പെട്ടെന്നാണ് പോയി എന്നുള്ളൊരു ഇത് മൈൻഡിലേക്ക് ഇങ്ങനെ വരണത് കേട്ടോ. അതുപോലെ തന്നെ ഞാനങ്ങനെ പാനിപ്പൂരിയൊന്നും കഴിക്കുന്ന ആളല്ല കേട്ടോ. എനിക്കങ്ങനെ അത്ര ഇഷ്ടമൊന്നുമില്ല. പക്ഷേ സിബിൻ ആദ്യം ഇതിപ്പോൾ ഫസ്റ്റ് ടൈം മേടിച്ച് കഴിച്ചപ്പോൾ ഞാനതൊന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. സിബിന് അത് പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സെക്കൻഡത്തെ ട്രിപ്പ് മേടിച്ച് കഴിച്ചതാട്ടോ നിങ്ങൾ കാണുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ വീട്ടിലോട്ട് പോന്നു കേട്ടോ. പൈസ എടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ATMൽ കയറി പൈസ എടുത്തിട്ട് ഞാനും സിബിനും അങ്ങനെ വീട്ടിലോട്ട് പോരാൻ വേണ്ടി നിൽക്കുമായിരുന്നു കേട്ടോ. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കുട്ടിയുടെ മുഖം ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഒരുത്തി വളരെ മേക്കപ്പ് ചെയ്തിട്ട് സുന്ദരനാക്കി വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് എനിക്ക് കുട്ടിയെ കൊണ്ടൊന്ന് കാണിച്ചു തന്നു കേട്ടോ ഈ കോലത്തിൽ. അപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വന്നു കേട്ടോ. ആദ്യം തിച്ചുട്ടനെ കൊണ്ട് പോയി. പിന്നെ ഫുഡൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും പുറത്ത് പോയി എന്തെങ്കിലും കഴിക്കണം. അന്നേരം അപ്പോൾ അതിനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അവനെ വീട്ടിൽ കൊണ്ടുവന്നാക്കി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ചായ കുടിക്കാൻ പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ. പിന്നെ പോയി പാനിപ്പൂരി കഴിക്കാനും കുഞ്ചുവിനെ ചിക്കൻ റൈസ് വാങ്ങാൻ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടി പോയിട്ടോ. ഒരാൾ രാഗം പാടുണ്ട് കേട്ടോ ഇവിടെ. സത്തോട്ട് ഇതാ നോക്കൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ അങ്ങനെയൊക്കെ പോയിട്ട് വന്നു കേട്ടോ. ഇന്നിപ്പോൾ ചെറിയൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. കുഞ്ചാടെ വന്നിട്ട് എന്തൊക്കെയോ എത്തി നോക്കിയിട്ട് വന്നിട്ട്. അപ്പോൾ ജസ്റ്റ് എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്, ഇഷ്ടമായി. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം, നല്ല വീഡിയോ ആയിട്ട്. അപ്പോൾ ഓക്കെ, ഭാഷ പിടിക്കാൻ